നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം 4-ാമത്തെ അധ്യായം 39-ാമത്തെ ശ്ലോകം 58-ാമത്തെ ഭാഗമായിട്ട് പറയണു. യതി ആത്മദേവ സംവാദം. ഓം ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സ തപോധന ചിത്രകേതുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. ഈ ബ്രാഹ്മണൻ ആത്മദേവൻ ഇങ്ങനെ പുത്രനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് യതി മനസ്സിലാക്കിയപ്പോൾ വിധി എങ്ങനെയാണോ ഈ ബ്രാഹ്മണന് മകൻ വേണ്ട എന്ന് നിശ്ചയിച്ചത്, പക്ഷേ യോഗബലം കൊണ്ട് അങ്ങേക്ക് പുത്രനെ നൽകണം എന്ന് എന്നെ കൊണ്ട് ആഗ്രഹിപ്പിക്കുകയാണല്ലോ, ഇത് അത്ര ശരിയാണെന്ന് തോന്നണില്ല. വിധി മാറ്റാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പണ്ട് രാജാക്കന്മാർക്ക് ദുഃഖം ഉണ്ടായതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ചിത്രകേതുവിന് മകനുണ്ടായി, അത് സപത്നി മത്സരം കാരണം വിഷം കൊടുത്ത് മറ്റ് അമ്മമാർ ആ ഉണ്ണിയെ കൊന്നു. ചിത്രകേതു വളരെയധികം ദുഃഖിച്ചു. അതേപോലെ തന്നെയാണ് വൃത്രാസുരൻ. വൃത്രാസുരൻ ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ ഹോമം ചെയ്തിട്ട് ത്വഷ്ടാവ് തൻ്റെ ആദ്യപുത്രനായിട്ടുള്ള വിശ്വരൂപൻ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടപ്പോൾ അതൊരു വിഷമമായി തീർന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ ശത്രു എന്നുള്ള നിലയ്ക്ക് ഉണ്ടായ പുത്രനാണ് വൃത്രൻ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖം ഉണ്ടായത്. വൃത്രനെ ഇന്ദ്രൻ വധിച്ചു. മാത്രമല്ല വൃത്രൻ അസുരഭാവത്തിലാണ് വളർന്നത്. അപ്പോൾ അതൊക്കെ വിപരീതമായി. അങ്ങനെ ധാരാളം കഥാപാത്രങ്ങളുണ്ട്. ചിലതൊക്കെ ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ പുത്രദുഃഖം എന്നുള്ളത് അനവത്യത. അത് ഭഗവാൻ അങ്ങനെ വിധിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിന് കീഴ്പ്പെടാവും നന്നാവുക എന്ന് ഉപദേശിച്ചു എന്നതാണ്. ആ ഉപദേശത്തെ മാനിച്ചില്ല. അപ്പം അതുകൊണ്ടല്ല ഒരു വിഷമത്തെ അറിയിച്ചു. യതിക്ക് വിഷമം ഉണ്ടായിട്ടല്ല, ഇതുമൂലം അങ്ങേക്ക് ദുഃഖം ഉണ്ടാവുമല്ലോ എന്നതാണ്. പല പുരാണങ്ങളിലും പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ പുത്രദുഃഖം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പുരാണത്തിലും കാണാം. അപ്പം ഇവിടെ ഇത്രയും ഇതി വിപ്ര ആഗ്രഹം ദൃഷ്ട, ഈ ആത്മദേവൻ്റെ ആഗ്രഹം കണ്ടു കഴിഞ്ഞപ്പോൾ അബ്രവീത് സ തപോധന, നന്നായിട്ട് തന്നെ പറഞ്ഞു. അബ്രവീത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അത് ശരിക്കും മനസ്സിലാക്കാൻ തോക്കോണം തന്നെ പറഞ്ഞു. തപോധനായിട്ടുള്ള യതി ഉദാഹരണ സഹിത പറഞ്ഞത്. ചിത്രകേതുവിൻ്റെ ഉദാഹരണ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എപ്രകാരത്തിലാണോ ഇങ്ങനെ അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുന്നതും സംഭവിക്കാം. ജന്മജന്മാന്തരമായിട്ട് ഇപ്പോൾ ചിത്രകേതു വൃത്രനായി, ആ വൃത്രൻ മുക്തി നേടുകയും ചെയ്തു, അത് വേറെ വിഷയം. എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാവാം പുത്രദുഃഖം. എല്ലാ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പുത്രദുഃഖമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കഷ്ടമായിട്ടാണ് ഈ വിധിയെ മാറ്റി നിർത്തൽ. അതായത് വിധിയെ എന്താ വിധിച്ചാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക, വിധി മാറ്റി മറിക്കുക. വിധി ലേഖ വിമാർജനാത്, മാർജനം ചെയ്യുക എന്ന് വെച്ചാൽ അടിച്ചൂരി കളയുക, മാറ്റി കളയുക. വിധിയെ മാറ്റുക. വിധിയെ മാറ്റി കഴിഞ്ഞിട്ട് എന്താ വിധി ലേഖനമാണ്, അത് എഴുതിയതാ, ബ്രഹ്മാവിനാൽ എഴുതപ്പെട്ടതാ വിധി ലേഖ. വിധി ബ്രഹ്മാവിൻ്റെ എഴുത്താണത്, വിധിരേഖ. അപ്പോൾ ആ വിധിരേഖ ഈ വിധിലേഖയാണ്. അത് വിമാർജനം ചെയ്താൽ, അത് മാറ്റിയാൽ അതിന് ചില കോൺസിക്വൻസസ് വരും. എന്തെങ്കിലും മറ്റൊരു ഫലം അതിനുണ്ടാവും. അത് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഉപാസന അത്രയും കൂടുതൽ ചെയ്താൽ മാത്രമേ അത് പറ്റൂ. കാരണം ഇതൊരു ദോഷം കൊണ്ടാണല്ലോ അനപത്യത ദുഃഖം വരണത്. അപ്പോൾ അതിനെ മാറ്റിമറിക്കാന്ന് പറഞ്ഞപ്പോൾ ആ ദോഷത്തിനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ പ്രാരബ്ധം തീരില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത അനന്തരഫലം മറ്റൊരു ദുഃഖമായിട്ട് വരും. അത് ചിലപ്പോൾ പുത്രൻ വഴി തന്നെ ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലും ആവാം. നമുക്ക് രോഗമായിട്ടാവാം, അല്ലെങ്കിൽ സ്വന്തബന്ധുക്കളില്ലാണ്ടേ ആവാം, ബന്ധങ്ങൾ കുറഞ്ഞിട്ടാവാം, പലതരത്തിൽ ദുഃഖം വരാം. എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് വേണ്ടാക്കിയാണ് നല്ലത് എന്ന് അബ്രവീത് നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു എന്നാണ്.
നമ്മളോട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കില്ല. വിനാശകാല വിപരീത ബുദ്ധിയായിട്ട് നമ്മൾ എന്താ കിട്ടിയെച്ചാൽ അത് എതിർച്ഛാലാഭതുഷ്ടിയോട് കൂടിയിട്ട് വേണം ജീവിക്കാൻ എന്ന് ഭാഗവതത്തിൻ്റെ നിയമം. അതിനെ പാലിക്കണില്ല. എന്നിട്ട് അത് വേണം ഇത് വേണം വിചാരിച്ച് മണ്ടി പായാണ്. അപ്പോൾ അതങ്ങനെ വേണ്ട. ഇവിടെ അനുഗ്രഹിക്കാനാണ് വന്നത്. ഇവിടെ ചിത്രകേതുവിനെ അനുഗ്രഹിക്കാനാണ് ഈ അങ്കിരസും നാരദനൊക്കെ വന്നത്. പക്ഷെ അത് അപ്പം മനസ്സിലായില്ല. എന്ന കൂട്ടത്തിൽ നമുക്ക് എന്താണോ കിട്ടിയത് വെച്ചാൽ അത് മതി എന്ന് വിചാരിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാതിരിക്കരുത്. കോടികൾ സമ്പാദിക്കണം. ധനമായാലും ശരി, യശസ്സായാലും ശരി, ആരോഗ്യമായാലും ശരി. നമ്മൾ എല്ലാ ദിവസവും പണിയെടുത്ത് ആരോഗ്യത്തെ ഉണ്ടാക്കണം. ആഹാരത്തെ കഴിക്കലായാലും എക്സസൈസ് ചെയ്യലായാലും കൈക്കോട്ട് കളിക്കായാലും എന്നർത്ഥം. നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കണം. എത്ര ഗംഭീരം പണിയായാലും വിരോധമില്ല. ലോകം മുഴുവൻ, ബ്രഹ്മാണ്ടം മുഴുവൻ കീഴടക്കിയാലും അതിന് വിരോധമൊന്നുമില്ല. അതിനെ വിനിയോഗിക്കൽ ലോകഹിത അർത്ഥം ആവണം, അത്രയേ ഉള്ളൂ. ലോകത്തിന് പ്രയോജനം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതി വിപ്ര ആഗ്രഹം ദൃഷ്ട, ഈ ബ്രാഹ്മണൻ്റെ ഈ ആഗ്രഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ആബ്രവീത് സ തപോധന, അതേ തപോധനൻ ഈ യതി വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. ഉദാഹരണ സഹിതം എന്ന നിലയ്ക്കാണ് ചിത്രകേതു ഗതഹ. ചിത്രകേതു പോയത് കണ്ടില്ലേ, കഷ്ടം. അപ്പോൾ അതൊരു കഷ്ടമായിട്ടാണ് വന്നതേ. എന്താ കാരണം? വിധിലേഖ വിമാർജനാത്, വിധി എന്താണോ എഴുതിയത് അതിനെ മാറ്റി. അപ്പോൾ പറ്റിയുള്ള അബദ്ധ. അങ്ങും അതുപോലെ ആവണ്ട കേട്ടോ. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട പ്രാബ്രവീൽ സ തപോധന ചിത്രകേതുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. 40ാമത്തെ ശ്ലോകം. ന യാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമ അതോ ഹഠേന യുക്തോസി ഹി അർത്ഥിനം കിം വദാമ്യഹം. അങ്ങയ്ക്ക് പുത്രൻ ഉണ്ടായാലും ആ ഉണ്ണിയിൽ നിന്ന് സുഖം ഉണ്ടാവില്ല. ജാതകം വായിച്ചേ. അപ്പോൾ പരിശ്രമം ചെയ്യുന്നത് മുഴുവൻ പൂർവജന്മ സഞ്ചിത പാപം കൊണ്ട് ഫലമില്ലാത്തതായി തീരും എന്ന് അങ്ങ് അറിയണം. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങയുടെ ഈ ആഗ്രഹം ന്യായമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അഥവാ അങ്ങ് യാചകനായിട്ട് വന്നിരിക്കുന്ന അങ്ങയോട് ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയുക എന്നുവെച്ചാൽ പിന്നെ പറയേണ്ടത് ഈ ധുന്തുകാരി ഉണ്ടാവും, മഹാപ്രേതമായിട്ട് മാറും, അങ്ങയ്ക്കും കൂടി അതൊരു വിഷമമായിട്ട് തീരും. ഇതൊക്കെ പറയാൻ വേണ്ടതേ. അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് അറിയാനായിട്ടല്ല. ഭാര്യയുടെ സ്വഭാവം നന്നായിട്ടറിയാം. അപ്പം ചിലത് പറഞ്ഞാലേ അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാ, അത്രയേ ഉള്ളൂ. എന്നാ യാസ്യസി സുഖം പുത്രാത്, അങ്ങയ്ക്ക് പുത്രനെ കൊണ്ട് ഇത് നേടാൻ സാധിക്കില്ല. എന്ത് സുഖം നേടാൻ സാധിക്കില്ല. യഥാ ദൈവഹതോദ്യമ, ഈ വിധി ഇപ്രകാരത്തിൽ ഇരിക്കുമ്പോൾ അതിനെ ദൈവവിധിയെ ഹതം ചെയ്യുക, ദൈവഹതോദ്യമ. അപ്പോൾ വിധിയെ അങ്ങോട്ട് വധിക്കുക എന്നത് വിധിയെ മാറ്റുക, വിധി ലേഖ വിമാർജനാത്. അതേപോലെ തന്നെ ദൈവഹത ഉദ്യമ. അപ്പോൾ അത് അങ്ങനെ ഈ വിധിയെ മാറ്റിമറിക്കുക, വിധിയെ വധിക്കുക, വിധിച്ചതിനെ ഇല്ലാണ്ടാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതോ ഹഠേന, അങ്ങനെയുള്ള ഒരു ഈ ഷാഠ്യ ഹഠ യോഗം ഉണ്ടല്ലോ, അത് ചില വാശി, ദുർവാശി, ആ ദുർവാശി കൊണ്ട് യുക്ത, അത് അങ്ങയ്ക്ക് യുക്തം എന്ന് തോന്നണമെന്ന് മാത്രമേ ഉള്ളൂ. അസി, പക്ഷെ എന്താ ഉണ്ടാവുക? സംഭവിക്കും. എന്ത്? ഹി അർത്ഥിനം കിം വദാമി അഹം. ഇങ്ങനെ ഉറപ്പായിട്ടും ആവശ്യപ്പെടുന്നതായിട്ടുള്ള, ഹി അർത്ഥിനം ഉറപ്പായിട്ടും ആവശ്യപ്പെടുന്ന അങ്ങനെയുള്ള കിം, അങ്ങയോട് ഞാൻ എന്താ വദാമി, എന്താ പറയേണ്ടത്? അഹം, ഞാൻ എന്ത് പറയണം അങ്ങയോട്? അപ്പോൾ എന്നാൽ യാസ്യസി സുഖം പുത്രാത്, അങ്ങയ്ക്ക് പുത്രൻ ഉണ്ടാവുകയില്ല. പുത്രൻ ഉണ്ടാവുകയില്ല എന്നല്ല, പുത്രനിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള സുഖം എന്തോ അതുണ്ടാവില്ല. പുത്രൻ ഉണ്ടാവും. പുത്രൻ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? യഥാ ദൈവഹതോദ്യമ, ഈ വിധിയെ വധിച്ചതിൻ്റെ ശേഷം, വിധിച്ചതല്ലാതെ കണ്ട് മറ്റൊന്ന് കിട്ടുമ്പോൾ അത് എന്ത് കിട്ടിയാലും അത് വേണ്ട രീതിയിൽ അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം ഇത് അതോ ഹഠേന യുക്ത അസി, ഇത് ഒരു ദുർവാശി പോലെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങയുടെ ഒരു മനോഭാവം ഇതിൽ ഉറച്ചു നിൽക്കണു. അതിന് അങ്ങയ്ക്കിപ്പോൾ കീഴ്പ്പെട്ടിരിക്കണം, കണ്ണ് കാണാണ്ടേ ആയിരിക്കണം.
അങ്ങനെയുള്ള അർത്ഥിയായിട്ടുള്ള അങ്ങക്ക് ആരെന്ത് പറഞ്ഞാലും ഇപ്പം മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതേപോലെ തന്നെ കിം വദാമി അഹം, ഞാൻ എന്താ അങ്ങയോട് പറയേണ്ടത്, ഇതിലും കൂടുതൽ എന്താ നീ പറയാനുള്ളത്? അപ്പോൾ വിധിയെ മാറ്റിമറിക്കാൻ തൽക്കാലം എനിക്കൊരു ഉണ്ണിയെ തരാൻ സാധിക്കും. പക്ഷെ അങ്ങക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത്രയൊക്കെ കൂടുതൽ പറഞ്ഞിട്ടും അങ്ങയുടെ ഈ വാശി കാണുമ്പോൾ എനിക്ക് അങ്ങയോട് അനുകമ്പയാണ് തോന്നണത്. ഇതൊരു കഷ്ടമാണ്. അങ്ങക്ക് വീണ്ടും വീണ്ടും ദുഃഖം വരാനുള്ള യോഗമാണല്ലോ ഞാനിപ്പോൾ പുത്രനെ തരുകയാണെങ്കിൽ ഉണ്ടാവുക. അതുകൊണ്ട് അത് വേണ്ട ചൂടെ, വാശി ഒഴിവാക്കിക്കൂടെ, ദുർവാശിയല്ലേ അത് എന്ന് ചോദിച്ചു. ഇതിന് കൂടുതൽ എന്താ പറയുക? ഇതാണ് നയാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമ അതോ ഹഠേന യുക്തോസി ഹ്യർത്ഥിനം കിം വദാമ്യഹം. നയാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹത ഉദ്യമ അതോ ഹഠേന യുക്തഃ അസി ഹി അർത്ഥിനം കിം വദാമി അഹം. നയാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമ അതോ ഹഠേന യുക്തോസി ഹ്യർത്ഥിനം കിം വദാമ്യഹം. ഇനി 41-ാമത്തെ ശ്ലോകം പറയാണ്. തസ്യാഗ്രഹം സമാലോക്യ ഫലമേകം സദത്തവാൻ ഇതം ഭക്ഷയ പത്ന്യാത്വം തതഃ പുത്രോ ഭവിഷ്യതി. അപ്പോൾ അത് ആഗ്രഹം ഉണ്ട് വെച്ചാൽ സാധിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്, വിധിഫലത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ടെന്ന് യതിക്കും അറിയാം, വിപ്രനും അറിയാം, ആത്മദേവനും അറിയാം. അതുകൊണ്ട് അതിനെ സാധിപ്പിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു. ഫലം ദുഃഖമാണ് ഇനി വരിക എന്നുള്ളതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ആ ബ്രാഹ്മണൻ്റെ ആഗ്രഹത്തെ കുറച്ചൊരു നിർബന്ധ ബുദ്ധി, ഒരു വാശി, ദുർവാശിയോട് കൂടിയിട്ട് കണ്ടുവച്ചാലും ആ സന്യാസി ഒരു ഫലത്തെ കൊടുത്തു, ഒരു പഴത്തെ കൊടുത്തു. അത് പത്നിയോട് കൂടി ചേർന്ന് ഈ ഫലത്തെ, ഈ പഴത്തെ ഭക്ഷിക്കൂ, അങ്ങക്ക് പുത്രനുണ്ടാവും. തസ്യ ആഗ്രഹം സമാലോക്യ, അവിടെ യതി നന്നായിട്ടാണ് കണ്ടത്. തസ്യ ആഗ്രഹം, ഈ ബ്രാഹ്മണൻ്റെ ഈ ആഗ്രഹത്തെ, അത് ദുർവാശി എന്നുള്ള കാര്യം അദ്ദേഹം വിട്ടു. എങ്കിലും സമാലോക്യ, നന്നായിട്ട് തന്നെ കണ്ടതിൻ്റെ ശേഷം ഫലം ഏകം സദത്തവ, ഒരു പഴത്തെ അദ്ദേഹത്താൽ ഈ ആത്മദേവന് കൊടുക്കപ്പെട്ടു. ഇതം ഭക്ഷയ, എന്നിട്ട് പറഞ്ഞു ഇത് ഭക്ഷിച്ചോളൂ പത്നിയാ സഹ. അപ്പോൾ പത്നിയോട് കഴിക്കുക എന്നും ഇപ്പോൾ 2 തരത്തിലുണ്ട് അത്രേ. ഇവിടെ ഇപ്പോൾ പത്നിയോട് കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പത്നിയും പതിയും ഒരുമിച്ച് കഴിക്കണം എന്നൊരു ശാസ്ത്രമുണ്ട്. അതിപ്പോൾ നമുക്ക് ഇവിടെ ചർച്ചയാക്കേണ്ട വിഷയമില്ല, എന്നാൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കണം അത്രേ. പായസമായാലും ശരി, ഫലമായാലും ശരി. പക്ഷേ എല്ലാ പുരാണങ്ങളിലും അത് ഭാര്യയ്ക്ക് കൊടുത്തു എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ നമ്മളതിനെ അത് പാഖണ്ഡായിട്ടാണോ പറയണതെന്ന് ചോദിച്ചാൽ അറിയില്ല. എങ്കിലും 2 പേരും കൂടി ഒരുമിച്ച്, ഇപ്പോൾ സംവാദങ്ങളൊക്കെ അങ്ങനെയാണ്, 2 പേരും ഒരുമിച്ച് കഴിക്കണം എന്ന് പറയാറുണ്ട്. ഭർത്താവിൻ്റെ നാളും പേരും പറഞ്ഞിട്ടൊക്കെയാണ് അത് ചെയ്യുക, ഭാര്യയ്ക്കാണ് അത് കൊടുക്കുക. അപ്പോൾ 2 പേരും കഴിക്കണം എന്ന് പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. അത് താന്ത്രിക വിധി അങ്ങനെയാണ്. അപ്പോൾ എന്ന കൂട്ടത്തിൽ ഇവിടെയും അങ്ങനെ തന്നെ ആവും. പക്ഷേ പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യണ്ട, ഏതാ ശരി ഏതാ തെറ്റ വാദിക്കണ്ട. ഇവിടെ കാര്യം നടക്കുക, അത് സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കുക. ഭാഗവതനാവണതിൻ്റെ ഉദ്ദേശം തന്നെ അതാ. ഭാഗവതനാവലും അതാണ്. കണ്ടേനെയും പിടിച്ചതിനെയും തൊട്ടേനെയും കിട്ടിയതിനെയും കേട്ടേനെയും പറഞ്ഞതിനെയും ഒക്കെ വിമർശിക്കുക എന്നതാണ് ഇന്നത്തെ ഒരു കലികാല കന്മഷം. അപ്പോൾ അത് വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഭാഗവതനാവണം, ഇത് കേൾക്കുന്നവർ ഭാഗവതനാവണം. അതല്ലാച്ചാൽ ഇതൊക്കെ അതങ്ങനെ അത്രേ, മറ്റാൾ അങ്ങനെയാണ് പറഞ്ഞത്, ഇയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് പ്രമാണമില്ല, എനിക്ക് പ്രമാണം വേണം. അപ്പോൾ എൻ്റെ പ്രമാണം ഇങ്ങനെയാണ്. എന്താ വേണ്ടത്? ഞാൻ ഭാഗവതനാവണം. അതുകൊണ്ടാണ് ഉദ്ധവനോട് പറഞ്ഞത് ഗുണദോഷം ചിന്തിക്കേണ്ട എന്ന്. എന്നെ ബാധിക്കരുത്. കൃഷ്ണൻ പറഞ്ഞതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ഉദ്ധവനെ ബാധിക്കരുത് ഗുണദോഷം നോക്കിയിട്ട്. അതാണ് അത് വിചാരിച്ചിട്ട് ഗുണദോഷം നോക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞതേ. ഭഗവാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഗുണദോഷം നോക്കണം. അപ്പോഴേ നമുക്ക് ബുദ്ധി വിവേകത്തോട് കൂടിയിട്ട് വിശകലനം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കണ്ട, എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കണ്ട എന്നൊക്കെ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യത്തിൽ ഒരു മാർഗം, അതായത് ലക്ഷ്യം എന്നുള്ള ഒരു മാർഗം ഉണ്ടാവും. ആ മാർഗത്തിന് ഒരു കാരണവശാലും എന്തുണ്ടാവാൻ പാടില്ല? വിപരീതങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. വിപരീതങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഘർഷണല്ലേ, അപ്പോൾ മുക്തിക്ക് തടസ്സവും. അത് സുഖമായാലും അതെ, ദുഃഖമായാലും അതെ, പ്രശ്നമാണ്.
അപ്പോൾ വളരെ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ഇരിക്കണം ഈ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. തസ്യ ആഗ്രഹം സമാലോക്യ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നന്നായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് സമാലോക്യ, നന്നായിട്ട് തന്നെ കണ്ടു എന്നാ. ഫലമേകം സദത്തവാൻ, നന്നായിട്ട് തന്നെ കണ്ടതിൻ്റെ ശേഷമാണ് ഈ പഴത്തെ കൊടുത്തത്. എന്നിട്ട് പറയും ചെയ്തു, ഇതം ഭക്ഷയ പത്നിയ, അപ്പോൾ പത്നിക്ക് ഇത് ഭക്ഷിക്കാനായിട്ട് കൊടുത്തോളൂ. ത്വം തഥാ പുത്രഹ ഭവിഷ്യതി, അങ്ങേക്ക് പുത്രൻ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഭക്ഷിക്കണമെന്ന് അതിൻ്റെ ഒരു ശാസ്ത്രം. ഇനി തസ്യാഗ്രഹം സമാലോക്യ ഫലമേകം സദത്തവാൻ ഇതം ഭക്ഷയ പത്ന്യാ ത്വം തതഃ പുത്രോ ഭവിഷ്യതി. സത്യം ശൗചം ദയാദാനം ഏകഭക്തം ത്വ ഭോജനം വർഷാവധി സ്ത്രീയാ കാര്യം തേന പുത്രോതി നിർമ്മലാം. അവിടെ കുറച്ച് പ്രധാനം പറഞ്ഞു. നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് സത്യം ശൗചം ദയാ ദാനം ഏകഭക്തം തു ഭോജനം വർഷാവധി സ്ത്രീയാ കാര്യം തേന പുത്രോതി നിർമ്മല. അതായത് സത്യം ശൗചം ദയ, അതേപോലെ തന്നെ തപസ്. അപ്പോൾ ആ തപസ്സിൽ പെട്ടതാണ് ഈ ഏകഭുക്തം, ദാനം തൊട്ട് നോക്കാം. അപ്പോൾ ഉപാസനകൾ ഈ തപസ്സായിട്ട് തന്നെ ചെയ്യണം. ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ്. അതിൽ ആദ്യത്തെ പാദം തപസ്സാണ്, രണ്ടാമത്തേത് ശുദ്ധിയാണ്, മൂന്നാമത്തേത് ദയയാണ്, നാലാമത്തേത് സത്യമാണ്. ഇനി ഒരു പശു നിൽക്കുകയാണ്, അതിൻ്റെ ഏത് കാലം ആദ്യത്തെ? അങ്ങനെയൊന്നുമില്ല. ആദ്യത്തെ കാലം അങ്ങനെയൊന്നുമില്ല. മുമ്പിലത്തെ 2 കാലം, പിന്നത്തെ 2 കാലം. ഇനി ഈ 4 പാദത്തിൽ കാളയാണല്ലോ, ഈ 4 പാദത്തിൽ ഏതാ മുമ്പിലത്തെ, ഏതാ പിന്നിലത്തെ? തർക്കം വേണ്ട. 4 കാലം ഒരുമിച്ചാലേ അതിന് ഫലമുള്ളൂ. പിന്നിലത്തെ ആയാലും വേണ്ടില്ല, മുമ്പിലത്തെ ആയാലും വേണ്ടില്ല. തപസ്സും സത്യവും മുമ്പിലത്തെ കാലുകളായിട്ട് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പാലിക്കണം എന്നുള്ളത് ഉറപ്പിക്കാം. എന്തൊക്കെയാണ് വേണ്ടത്? നമ്മളെ കൊണ്ട് ദേഹബോധത്തോട് കൂടിയിരിക്കണം. നമ്മളെ കൊണ്ട് പരമാവധി സത്യമല്ലാതെ കണ്ട് ത്രികരണങ്ങൾ ചെയ്യില്ല, മനസാ വചസാ കർമ്മണ. അതേപോലെ ശുദ്ധി, ദേഹമന ശുദ്ധി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പാലിക്കും. അതേപോലെ ദീനാനുകമ്പ എന്ന അർത്ഥത്തിൽ ദയ, ഞാൻ എല്ലാവരോടും ഒരേപോലെ പഞ്ചസൂനാദികളുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പഞ്ചയജ്ഞങ്ങളൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കടം വീട്ടും ഞാൻ. അതേപോലെ തപസ്, ശുദ്ധി, ദയ, അടുത്തത് സത്യം. സത്യത്തോട് കൂടിയിട്ട് ഞാൻ നിൽക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ ഫലം എന്താണ്? ഒരു നേരമേ ഭക്ഷണം കഴിക്കാവൂ. ഒരു തപസ്സിൻ്റെ ഫലം പറഞ്ഞു. ആഹാരം അധികം സ്വീകരിക്കാൻ പാടില്ല, അത് ദഹിക്കാൻ തന്നെ പ്രയാസമാണ്. അല്ലെങ്കിൽ പിന്നീട് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം പ്രയത്നിക്കുക. അപ്പോൾ ഈശ്വരോപാസനയ്ക്ക് തടസ്സം വരും. അപ്പോൾ ഏകഭുക്തം തു, അത് അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം ഈ നോൽമ്പ് നോൽക്കുകയാണെങ്കിൽ ആ വർഷത്തിൻ്റെ അവസാനത്തിൽ ഈ സ്ത്രീ ഗർഭം ധരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ണി ഉണ്ടാവാനാണ് ഗർഭധാരണം. ഇനി നമ്മളിതൊന്നും വേണ്ട, ഒരു ആഗ്രഹമില്ല, നിഷ്കാമനായിട്ടാണ് ഈ വ്രതം ചെയ്യണമെന്ന് കൂട്ടുക, ധർമ്മം പാലിക്കണമെന്ന് കൂട്ടുക, തപസ് പോലെ. നമുക്ക് ആഗ്രഹമുള്ളത് എന്തോ അത് ഭഗവാൻ സാധിപ്പിച്ചു തരും. നമുക്ക് എന്താ ആഗ്രഹം എന്ന് പോലും നമുക്കറിയില്ല. മുക്തി അണച്ചാൽ അത് കിട്ടും, ജ്ഞാനം അണച്ചാൽ അത് കിട്ടും. വിദ്യ കിട്ടാൻ വളരെ പ്രയാസമുണ്ട്. ഭക്തിയാണോ വേണ്ട വെച്ചാൽ അതും കിട്ടും, വൈരാഗ്യം വേണ്ട വെച്ചാൽ അത് കിട്ടും, ഏകാന്തതയാണ് വേണ്ട വെച്ചാൽ അത് കിട്ടും. അതല്ല സംഘം കൂടുതൽ എല്ലാവരുമായിട്ടുള്ളൊരു നേതാവാവണം എന്ന് കൂട്ടുക, അപ്പോൾ അത് കിട്ടും. അധികാരം വേണ്ട വെച്ചാൽ അത് കിട്ടും. അപ്പോൾ ഒരു കൊല്ലം തപസ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു കൊല്ലത്തെ ഈ ഉപാസന ഇങ്ങനെ ധർമ്മം പാലിച്ചുകൊണ്ടാണ് എങ്കിൽ അവിടെ ലവലേശം മറ്റുള്ളവർക്ക് അഹിതമായിട്ട് ഒന്നും സംഭവിക്കരുത് കേട്ടോ. വേദന മനസ്സിന് പോലും ഉണ്ടാവരുത്, ശരീരത്തിന് മാത്രമല്ല മനസ്സിന് പോലും ഉണ്ടാവരുത്. അങ്ങനെയൊക്കെയാണ് ഒരു കൊല്ലം തപസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫലം കിട്ടുന്ന. അപ്പോൾ ഇവിടെയും അത് ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്, വർഷാവധി സ്ത്രീയാ കാര്യം തേന പുത്ര അതിനിർമ്മല. ഇവിടെ ആഗ്രഹം എന്താ? പുത്രനാണ്. അത് നിർമ്മലചിത്തനായിട്ടുള്ള ഒരു പുത്രനെ അങ്ങേക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പുത്രൻ ഉണ്ടാവുമോ? ഉറപ്പില്ല.
അതേ ഉണ്ടാവണ പുത്രൻ മറ്റേ നിർമ്മല ചിത്തനാവണമില്ല, ചീത്ത ഉണ്ണിയാവും ഉണ്ടാവുക. സത്യം ശൗചം ദയാദാനം ഏകഭക്തം തു ഭോജനം വർഷാവധി സ്ത്രീയാകാര്യം തേന പുത്രോതി നിർമ്മല. അപ്പോൾ ഒരു നേരം ഊണ് കഴിച്ചിട്ട് ഒരു വർഷം ഈ സത്യശൗച ദാന ദയ നിയമങ്ങളോട് കൂടിയിട്ട് ഈ ശമദമം, അതേപോലെ തന്നെ യമനിയമം 12, 12, 24 അത് പാലിച്ചാലേ ശമദമൊക്കെ കിട്ടുള്ളൂ. വർണ്ണാശ്രമധർമ്മങ്ങൾ, സനാതനധർമ്മങ്ങൾ, അത് ആചാരാനുഷ്ഠാനങ്ങൾ ഒക്കെ ചെയ്ത് അങ്ങനെ കർമ്മയോഗിയായിട്ട് ജീവിച്ചാൽ മാത്രമേ ഈ ഒരു വർഷം കൊണ്ട് അങ്ങയ്ക്ക് സൽപുത്രനെ അങ്ങയുടെ പത്നിയിൽ കിട്ടുള്ളൂ. ഇത് പറഞ്ഞു. സത്യം ശൗചം ദയാദാനം ഏകഭക്തം തു ഭോജനം വർഷാവധി സ്ത്രീയാകാര്യം തേന പുത്രോതി നിർമ്മല. 121 സാത്വിക ഭാവങ്ങളുണ്ട്. താത്വികമായിട്ട് തത്വങ്ങളെ 121 സാത്വികം, അത് നന്മ എന്നുള്ള നിലയ്ക്ക്. അത് തമോ ഗുണം ആകുമ്പോഴേക്കും 72 ഉണ്ട്. അപ്പോൾ അത് ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി തൊട്ടുള്ള കാര്യങ്ങൾ അതൊന്നും വരരുത്. അത് ബാധിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ണിക്കും ആ ചീത്തഭാവം വരും. അതുകൊണ്ടാണ് ഗർഭിണികൾ 5-ാം മാസം തൊട്ടിട്ട് ഗർഭിണികൾ ഈ പുരാണ പാരായണം ചെയ്യുക. അതേപോലെ ആഹാരങ്ങൾ വളരെയധികം സാത്വികമായിട്ട് എരിപുളി അധികം കഴിക്കാതെ കണ്ട്, ഏറ്റവും കൂടുതൽ എരിപുളിയാണ് ഉപേക്ഷിക്കേണ്ടത്. ഈ കയ്പിനും ചവർപ്പിനും അത് ഇത്ര പറയണില്ല. അത് പാകത്തിലാണ് എങ്കിൽ, അല്ല എല്ലാ കാര്യങ്ങളും പാകത്തിലാണെങ്കിൽ അതിൻ്റെ ഫലമുണ്ട്. അതിൽ ഈ ആയുർവേദ വൈദ്യന്മാർ പറയാറുണ്ട്, വിഭാഗം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. വിഭാഗം എന്നത് ഇപ്പം നമ്മളൊരു വസ്തു കഴിക്കുമ്പോൾ അതിൻ്റെ വിഭാഗം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയും. ഈ മുളകും കുരുമുളകും തമ്മിലുള്ള വ്യത്യാസം പോലെ കുരുമുളകിന് അതിന് മധുരമായിട്ടാണ് അതിൻ്റെ വിഭാഗം, അതല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവാണ്. മുളകിന് അത് നെഗറ്റീവായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മുളക് കഴിക്കരുത്, കുരുമുളക് കഴിച്ചോളൂ. ഇങ്ങനെ ഓരോന്നിനുണ്ട് ഉദാഹരണം. അത് മുഴുവൻ പറയാൻ വശമല്ല, അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കഴിക്കുക. അപ്പോൾ എന്ന കൂട്ടത്തിലാണ് നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ഈ വിഭാഗം എന്നൊരു ഫലമുണ്ട്. ആ ഫലം ഇപ്പോൾ നമ്മൾ നല്ലത് ചെയ്തു എന്ന് കൂട്ടുക. ഈ നല്ലതിൻ്റെ വിഭാഗം ചീത്തയാണ് എങ്കിൽ, ഇപ്പം മുളക് കഴിക്കുന്നത് സ്വാദ്, നാവിന് സ്വാദ് മുളക് കഴിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ വിഭാഗം ഇങ്ങനെ നെഗറ്റീവ് ആകുമ്പോൾ മുളക് കഴിക്കരുത് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ എന്താ ഉണ്ടാവുക? വിഭാഗം മോശമായതുകൊണ്ട് പരിണതഫലം മോശമാണ്. എന്ന കൂട്ടത്തിൽ ഞാൻ ഇന്ന ഗ്രന്ഥങ്ങൾ വായിക്കണം എന്ന് പറയുമ്പോൾ ആ ഗ്രന്ഥങ്ങൾ ഞാൻ വായിക്കില്ല, വേറെ ഏതെങ്കിലും വായിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിഭാഗം മോശമാണ്. ഇതിൽ സ്വാദില്ല, അതിന് സ്വാദുണ്ട്. അപ്പോൾ എന്ത് കേൾക്കണം, എന്ത് പഞ്ചേന്ദ്രിയങ്ങളോടെ എന്ത് സ്വീകരിക്കണം, അത് ചെയ്യുന്ന പ്രവൃത്തികൾ ഏതായാലും, ഇപ്പോൾ ഗ്രന്ഥപാരായണമായാലും കീർത്തനാദികളായാലും ഏത് ദേവനെ ഭജിക്കണം, ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ക്രമേണയായിട്ട് മുകളിലേക്ക് പോവുക. ശുദ്ധ സാത്വിക ഭാവത്തിലേക്ക് എത്തണം, അതിനാവണം ലക്ഷ്യം. ആ ലക്ഷ്യം മറന്നാൽ ഈ ഉണ്ടാകുന്ന നമ്മുടെ ഉണ്ടാകുന്നത്, ഇപ്പോൾ പുത്രനെ ആഗ്രഹിച്ച പുത്രൻ, കല്യാണം നടക്കേണ്ട വെച്ചാൽ നല്ല വധുവിനെ, നല്ല വരനെ. അതേപോലെ ധനമാണെങ്കിൽ ശുദ്ധധനം. അപ്പോൾ ശുദ്ധധനം അല്ലാച്ചാൽ കിട്ടിയിട്ട് കാര്യമില്ല. വിദ്യ, നല്ല വിദ്യ അല്ലെങ്കിൽ കാര്യമില്ല. അധികാരം നല്ലതല്ലെങ്കിൽ പ്രശ്നമാണ്. ഒക്കെ അതിൻ്റെ നല്ലോണം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. കണ്ണും ചെവി ഒന്ന് തുറന്നിരിക്കുക വേണ്ടു. അപ്പോൾ ഇവിടെ ഈ യതി ആത്മദേവനോട് പറഞ്ഞത്, നല്ല ഫലം കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നന്മ അത് മുഖ്യം എന്നുള്ള നിലയ്ക്ക് സാത്വിക ഭാവത്തിൽ വേണം ജീവിക്കാനായിട്ട്. അങ്ങനെ ജീവിച്ചാലേ സൽപുത്രനെ കിട്ടുള്ളൂ. അപ്പോൾ പുത്രൻ എന്നുള്ളത് നമ്മുടെ ആഗ്രഹം ഏതാണോ അത് എന്ന് വ്യാഖ്യാനിക്കണം. ഈ വാച്യാർത്ഥമല്ല ഞാൻ പറഞ്ഞു. ഭാഗവതൻ, നമ്മളെല്ലാവരും ഭാഗവതന്മാരാവണമെങ്കിൽ ഇതിലുള്ള ഈ ഫലത്തെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മിലേക്ക് അന്വയിക്കണം. നമ്മിലേക്ക് അന്വയിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യം രോഗം മാറുക. അപ്പോൾ രോഗം മാറാൻ കുറുക്ക് വഴികളുണ്ട്. താൻ പാതി ദൈവൻ പാതി എന്നുള്ളതാണ് ശരിക്കുള്ള പൊതുവെയുള്ള നിയമം. മരുന്നും കഴിക്കണം, ഈശ്വരോപാസനയും വേണം. അപ്പോൾ രോഗം മാറും. രോഗം നിശേഷം മാറും, പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? താൽക്കാലികമായിട്ട് രോഗം മാറും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും. അതല്ലെങ്കിൽ ഒരു രോഗം പനി മാറിയിട്ട് തലവേദനയായിട്ട് മാറും. അപ്പോൾ ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് രോഗമുക്തിയാണ് വേണ്ടത്.
അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ആവശ്യം എന്തോ അത് നിറവേറ്റി തരും നമ്മൾ സാത്വികമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ. അത് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഗുരു. യതി അങ്ങനെയാണ്. അപ്പം ഇവിടെ സത്യം ശൗചം ദയാദാനം ഏകഭക്തം തു ഭോജനം വർഷാവധി സ്ത്രീയാകാര്യം തേന പുത്രോതി നിർമ്മല ഏവമുക്ത്വാ യയൗ യോഗി വിപ്രസ്തു ഗൃഹമാഗത പത്ന്യാ പാണൗ ഫലം ദത്വാ സ്വയം യാതസ്തു കുത്രചിത്. ഇനി ഒരു ശരിയും ഒരു തെറ്റും പറയാൻ പോവാണ്. അതിനെ വ്യാഖ്യാനിക്കൽ അടുത്തതിൽ ആവാം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ഏവം ഉക്ത്വ, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ യോഗി ഫലം കൊടുത്തു. യതി ആത്മദേവന് ഫലം കൊടുത്തു. എന്നിട്ട് യയൗ പോയി. ഏവം ഉക്ത്വ യയൗ യോഗി, ആ യതി ഇപ്രകാരത്തിൽ പറഞ്ഞതിന് ശേഷം ആ യോഗി പോയി. യതി പോയി. വിപ്രഹത്തു ഗൃഹം ആഗത, ഈ ആത്മദേവനാവട്ടെ ഗൃഹത്തിലേക്ക് എത്തുകയും ചെയ്തു. ഗൃഹത്തിലേക്ക് ആഗത, അങ്ങനെ ഗൃഹത്തിലേക്ക് എത്തിയതായിട്ടുള്ള ആ ബ്രാഹ്മണൻ പത്നിയാഹ പാണൗ ഫലം ദത്വ, ആ പത്നിയുടെ ധുന്ധുലിയുടെ കയ്യിൽ ഈ പഴത്തെ കൊടുത്തു. പത്നിയുടെ കയ്യിൽ പത്നിയാഹ പാണൗ ഫലം ദത്വ, പത്നിയുടെ കയ്യിൽ ഈ ഫലത്തെ കൊടുത്തു. സ്വയം ചെയ്തു എന്നാ, ദത്വ സ്വയം, മറ്റൊരാളെ കൊണ്ടല്ല. പത്നിയാ പാണോ ഫലം ദത്വ സ്വയം, ആ പത്നിയുടെ കയ്യിൽ ഈ ഫലം നേരിട്ട് താൻ തന്നെ പത്നിക്ക് കൊടുത്തു, കയ്യിൽ കൊടുത്തു. യാതഹാത്തു കുത്രജിത്, അതിനുശേഷം എവിടേക്കോ പോയി. ഫലം കൊടുത്താൽ പോരാ, ഫലം കൊടുത്തത് നേരിട്ട് കൊടുത്തു, മറ്റൊരാൾ വഴിയല്ല കൊടുത്തത്. ഏഷക പ്രേഷക എന്നൊരു നിയമമുണ്ട്. ഏഷക പ്രേഷക ആയാൽ ആ കാര്യം നടക്കില്ല. ഇതങ്ങനെയല്ല, നേരിട്ട് കൊടുത്തു, മറ്റൊരാളെ കൊണ്ടല്ല. നേരിട്ട് കൊടുത്തപ്പോൾ അത് കാര്യം ശരിയാ. പക്ഷേ കൊടുക്കലല്ല വേണ്ടത്, കഴിപ്പിക്കലാണ് വേണ്ടത്. കഴിപ്പിക്കൽ ഉണ്ടായില്ല. അപ്പോഴേക്കും എവിടേക്കോ പോകാൻ ധൃതിയായി. യാതഹാത്തു കുത്രജിത്, എവിടേക്കോ പോയി. കഴിപ്പിച്ചതിൻ്റെ ശേഷം വേണമായിരുന്നു പോകാൻ. പിന്നെയാണ് ഈ ധുന്ധുലിയുടെ സ്വഭാവങ്ങൾക്കും അല്ലെങ്കിൽ മറ്റേ ജീവിത രീതിക്കും സാത്വികമോ തമോ ഗുണമോ വരുന്നത്, രജോ ഗുണമാണോ വരുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അത് സംഭവിച്ചില്ല. അതിൻ്റെ മുന്നേ തന്നെ ആത്മദേവൻ പോയി. അപ്പോൾ കാര്യം പൂർത്തീകരിച്ചില്ല. അതാണ് വിധി. വിധിയെ മാറ്റാൻ സാധിക്കില്ല. എന്തുകൊണ്ട് വിധി ഇങ്ങനെ വരണു? ഞാൻ ഇത്രയൊക്കെ ജീവിച്ചോ, എനിക്കെന്താ അത് കിട്ടാത്തത്? ഞാൻ എത്ര തവണ ഈ ഭാഗവതം വായിക്കണമെന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. എന്താ കിട്ടാത്തത്? കിട്ടാൻ അർഹതയുണ്ടെങ്കിലേ കിട്ടുള്ളൂ. വിധിയെ മാറ്റാൻ സാധിക്കില്ല. പഠിപ്പ് വേണ്ട, കിട്ടും. പക്ഷേ പഠിച്ചാലും കിട്ടൂല. ഇത് രണ്ടും നമ്മുടെ കണ്ണിലുണ്ട്. ഡബിൾ എം എ എടുത്തുള്ള ആൾക്കാർക്ക് ഭാഗവതം അറിയില്ല. സംസ്കൃതം തന്നെയാണ്. ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒരേപോലെ എം എ ബിരുദം എടുത്തിട്ട് ഡോക്ടറേറ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭാഗവതം ഇല്ലേ കയ്യിൽ. അത് മുഴുവൻ മിത്ത് ആണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഭാഗവതം ഉള്ളിൽ കയറിയില്ല. സംസ്കൃതം പഠിച്ചുകൊണ്ട് ഭാഗവതം കിട്ടില്ല. അതിൻ്റെ ശാസ്ത്രവും സാഹിത്യവും തലനാര് കീറിയിട്ട് പരിശോധിക്കുന്നത് പോലെ ഈ ഭാഗവതത്തിൻ്റെ അക്ഷരങ്ങളെ കീറി പരിശോധിച്ചാലും കിട്ടില്ല. ഭാഗവത ഘാതകൻ, ഭാഗവത കഥ പറയുന്ന ആൾ, ഗാധി. അപ്പോൾ ഗായകൻ എന്നാണ് ശരിക്കും വേണ്ടത്. ഗാഥയായിട്ട്, കഥയായിട്ട് പറയുന്നവർ, പാട്ടുപാടിക്കൊണ്ട് ശരിക്കും കഥാപ്രസംഗൻ, കാഥികൻ ആണ് വേണ്ടത്. ഭാഗവത കാഥികൻ ആണ് വേണ്ടത്. ഇനി ഗാഥയായിട്ട് മറ്റേ പാട്ടായിട്ട് പാടി അങ്ങനെയായാലും വിരോധമില്ല. പക്ഷേ ഭാഗവത ഘാതകൻ ആയിട്ട് അർത്ഥം വേഗം മനസ്സിലായിട്ടുണ്ടാവും. പഠിച്ചിട്ട് കാര്യമില്ല, ഒരു പഠിപ്പും വേണ്ട. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് എന്ത് സംഭവിച്ചു ഇവിടെ? ഈ ആത്മദേവൻ ഈ ഫലത്തെ നേരിട്ട് കയ്യിൽ കൊടുത്തു ധുന്ധുലിക്ക്. പക്ഷേ അദ്ദേഹം അത് കഴിപ്പിച്ചതിന് ശേഷമല്ല പോയത്, എവിടേക്കോ പോയി. അപ്പോൾ അത് കാര്യവിഘ്നം, അതാണ് വിധി. എന്താണ് വിധി? ദൈവം. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുള്ളൂ. അത് വിചാരിച്ചിട്ട് ഉപേക്ഷിക്കരുത്. നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ പ്രാരബ്ധം വീണ്ടും വന്നു, അടുത്ത ജന്മം ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം. വീണ്ടും അപ്പോൾ ഈ ജന്മത്തിൽ അതന്നെ ചെയ്തു വെച്ചാൽ വീണ്ടും ആവർത്തിക്കണം. സംസാരം തീരില്ല. ഏവം ഉക്ത യയൗ യോഗി, ഇപ്രകാരത്തിൽ പറഞ്ഞതിൻ്റെ ശേഷം ആ യതി യാത്രയായി. അദ്ദേഹം യാത്ര അയച്ചാൽ കാണാനില്ലാണ്ടേ, അല്ലാണ്ട് മനുഷ്യഭാവത്തിലല്ല.
ഈശ്വരഭാവത്തിലാണ്. അപ്പോൾ അവിടെ അതിന് തർക്കത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നാലും പറയുകയാണ്, അദ്ദേഹം യാത്രയായി. ഈ യതിക്ക് ഈ ബ്രാഹ്മണൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുക എന്നുള്ളത് ആദ്യമേ തന്നെ അറിയാം. കാരണം ത്രികാലജ്ഞാനിയാണ്. ആ വിപ്രഹൻ ഈ ആത്മദേവനാവട്ടെ വേഗത്തിൽ ഗൃഹത്തിലേക്ക് വന്നു, ഇല്ലത്തേക്ക് വന്നു. പത്നിക്ക് വേണ്ടിയിട്ട് പാണവും കൈകളിൽ ഫലം, ഈ ഫലത്തെ ദത്വ പഴത്തെ കൊടുത്തു. സ്വയം അവനവൻ തന്നെയാണ് കൊടുത്തത്. എന്നിട്ടോ യാതഹാത്തു, എന്നിട്ട് എവിടേക്കോ പോയി. യാതഹാത്തു കുത്രജിത്, എവിടേക്കോ പോയി. 43-ാമത്തെ ശ്ലോകം. ഏവമുക്ത്വാ യയൗ യോഗി വിപ്രസ്തു ഗൃഹമാഗത പത്ന്യാ പാണൗ ഫലം ദത്വാ സ്വയം യാതസ്തു കുത്രജിത്. ഇങ്ങനെ 58-ാമത്തെ ഭാഗമായിട്ട് 39-ാമത്തെ ശ്ലോകം മുതൽ 43-ാമത്തെ ശ്ലോകം മാഹാത്മ്യത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഇനി 44-ാമത്തെ ശ്ലോകം അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.